ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്നീ എക്സാമുകൾക്കുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് കേരള PSC ലാസ്റ്റ് നടത്തിയിട്ടുള്ള കേരള ഫിനാൻസ് കോർപ്പറേഷൻ KFC അക്കൗണ്ടൻറ്റിൻ്റെ സിലബസാണ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയാണ്. അതിൽ മാനേജ്മെൻറ്റ് എന്താണെന്നും ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ്, പല കോൺട്രിബ്യൂട്ടേഴ്സും നൽകിയിട്ടുള്ള ഡെഫിനിഷൻസ്, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ക്ലാസിക്കൽ അപ്രോച്ച്, അതിൽ വരുന്ന മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള FW ടൈലർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന്, ഹെൻറി ഫയോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന്, മാക്സ് വെബർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന്, ഇത്രയും ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 20 MCQ ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ നോർമൽ MCQ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് MCQ ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാനേജ്മെൻറ്റ് is the process of planning, organizing, staffing, directing and controlling resources to achieve organizational goals efficiently and effectively. ഒരു സ്ഥാപനത്തിൻ്റെ ഗോള് കൃത്യമായിട്ട് നേടുന്നതിന് വേണ്ടി 5 ഫങ്ഷൻസ് അടങ്ങിയ പ്രോസസ്സിനെ പറഞ്ഞ പേരാണിത് മാനേജ്മെൻറ്റ്. ഏതൊക്കെയാണ് 5 ഫങ്ഷൻസ്? അതിൽ പ്ലാനിങ് വരും, ഓർഗനൈസിങ് വരും, സ്റ്റാഫിങ് വരും, ഡയറക്റ്റിങ് വരും, കൺട്രോളിങ് വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. ഇവിടെ നമ്മൾ ഓരോ ഡെഫിനിഷൻസും കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. ഇന്ന ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന വ്യക്തിയുടെ ഡെഫിനിഷനാണ്. അതിൽ ഫസ്റ്റ് വരുന്ന മേജർ ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഹെൻറി ഫയോളിൻ്റെ ഡെഫിനിഷൻ. ഹെൻറി ഫയോൾ അറിയപ്പെടുന്നത് ഇസ് എ ഫാദർ ഓഫ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: മാനേജ്മെൻറ്റ് ഈസ് ടു ഫോർകാസ്റ്റ്, പ്ലാൻ, ഓർഗനൈസ്, കമാൻഡ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഹെൻറി ഫയോളുടെ ഡെഫിനിഷൻ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. നെക്സ്റ്റ് വരുന്ന ഡെഫിനിഷനാണ് പീറ്റർ ഓഫ് ഡക്കർ. മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പീറ്റർ ഓഫ് ഡക്കർ. MBO എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ആര്? പീറ്റർ ഓഫ് ഡക്കർ. ഓക്കെ അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ ദാറ്റ് മേക്ക് പീപ്പിൾ കേപ്പബിൾ ഓഫ് ജോയിൻറ്റ് പെർഫോമൻസ്. അല്ല, ജനങ്ങളെ ജോയിൻറ്റ് പെർഫോമൻസിലേക്ക്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് മനസ്സിലാക്കുക. കേപ്പബിൾ ഓഫ് ജോയിൻറ്റ് പെർഫോമൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ആരുടെ ഡെഫിനിഷനാണ്? പീറ്റർ ഓഫ് ഡക്കറുടെ ഡെഫിനിഷനാണ്. നെക്സ്റ്റ് വരുന്ന ഡെഫിനിഷനാണ് അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഒഡോണൽ. നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ള ഡെഫിനിഷനാണ്. ഇദ്ദേഹം പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ. അവിടെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പോയിൻ്റാണ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ. ഇനി മേരി പാർക്കർ ഫൊള്ളറ്റ് നൽകിയ ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഇവിടെ ശ്രദ്ധിക്കുക, കൂൺസ് ആൻഡ് ഒഡോണലിൻ്റെ ഡെഫിനിഷനിൽ അല്ലേ ഡൺ ത്രൂ ആൻഡ് വിത്ത് എന്നുണ്ട്. ഇവിടെ ഡൺ ത്രൂ പീപ്പിൾ ആണെങ്കിൽ മേരി പാർക്കർ ഫൊള്ളറ്റ് ആണെന്നും, ഡൺ ത്രൂ വിത്ത് പീപ്പിൾ ആണെങ്കിൽ കൂൺസ് ആൻഡ് ഒഡോണൽ ആണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ അല്ലോ. ഡൺ ത്രൂ പീപ്പിൾ ആണ് മേരി പാർക്കർ ഫൊള്ളറ്റ്. നെക്സ്റ്റ് FW ടൈലർ. FW ടൈലർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? FW ടൈലർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ മാനേജ്മെൻറ്റ് ഈസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അപ്പോൾ ഈ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ അത് FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ എക്സാക്ട്ലി
ഈ വേർഡൊക്കെ മനസ്സിലാക്കുക അല്ലേ. ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ, അപ്പോൾ ഈ ഒരു വേർഡൊക്കെ കാരണം BCയിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വേർഡൊക്കെ മനസ്സിലാക്കുക, ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ എന്ന് കേട്ടുകഴിഞ്ഞാൽ ആരാണ്? FW ടൈലറാണ്. ദെൻ മറ്റൊരു ഡെഫിനിഷനാണ് ഹൊറാൾഡ് കൂൺസ്. നമ്മളിവിടെ കൂൺസ് ആൻഡ് ഒഡോണൽ പറഞ്ഞിരുന്നു, മറ്റൊരു വ്യക്തിയാണ് ആര്? ഹൊറാൾഡ് കൂൺസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ വർക്ക് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് ടു അക്കംപ്ലിഷ് സെലക്റ്റഡ് ഗോൾസ്. സെലക്റ്റഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നതാണ് ഹൊറാൾഡ് കൂൺസ് മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഡെഫിനിഷനൊക്കെ നോക്കി. അപ്പോൾ ഓരോ ഡെഫിനിഷനും ഡെഫിനിഷനാണ്, അതിലെ മേജറായിട്ട് വരുന്നുള്ള ടേമുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് മാനേജ്മെൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ. ഫോക്കസ് ഓൺ അച്ചീവിങ് സ്പെസിഫിക് ഗോൾ, ഒരു പ്രത്യേക ഗോള് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒന്നാണിത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡാണ് യൂണിവേഴ്സൽ അല്ലേ. എല്ലാ സ്ഥാപനത്തിലും എല്ലാ ലെവൽസിലും, ടോപ്പ് ലെവലാണെങ്കിലും മിഡിൽ ലെവലാണെങ്കിലും ലോവർ ലെവലാണെങ്കിലും ഒക്കെ എന്തുണ്ട്? മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്? ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ്. അപ്ലിക്കബിൾ ആൾ ഓർഗനൈസേഷൻ ആൻഡ് ആൾ ലെവൽസ്. എല്ലായിടത്തും എന്തുണ്ട്? മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സോഷ്യൽ പ്രോസസ്സാണ്. ഇൻവോൾവ്സ് പീപ്പിൾ ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. പീപ്പിളും അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും വരുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് എന്താണ്? ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ ഓരോ ടേമിലും വരുന്ന മേജറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. മൾട്ടി ഡിസിപ്ലിനറാണ്. ഒരുപാട് ഏരിയകളിൽ, എക്കണോമിക്സിൽ, സോഷ്യോളജിയിൽ, സൈക്കോളജിയിൽ, മറ്റു ഒരുപാട് ഫീൽഡിൽ എന്തുപയോഗിക്കുന്നുണ്ട്? മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. നെക്സ്റ്റാണ് ഡൈനാമിക് ഫങ്ഷനാണ് അല്ലേ. ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യും. ഏതൊരു ചേഞ്ചസും അഡോപ്റ്റ് ചെയ്യും. നമ്മൾ എൻവയോൺമെൻറ്റിൽ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാനേജ്മെൻറ്റിലും വരും? ചേഞ്ചസ് വരും. നെക്സ്റ്റാണ് കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഒരിക്കലും എന്തില്ല, അത് എൻഡ് ചെയ്യില്ല. നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണിത്. നമ്മൾ ഒരു ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ലക്യം തീരും അവിടെ വരും. അപ്പോൾ കണ്ടിന്യൂസ് ആണ്. ദെൻ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് അല്ലേ. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ടീം വർക്കാണ്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് എന്ത് പറയില്ല, നമ്മൾ മാനേജ്മെൻറ്റ് പറയില്ല. അതൊരു ടീം വർക്കും കോപ്പറേഷൻ്റെയും റിസൾട്ടാണിത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കിൻ്റെയും ഒരു കോപ്പറേഷൻ സഹകരണത്തിൻ്റെയും റിസൾട്ടാണിത് മാനേജ്മെൻറ്റ്. നെക്സ്റ്റാണ് ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാനോട്ട് ബി സീൻ, ഓൺലി ഫെൽറ്റ് ത്രൂ റിസൾട്ട്. നമുക്ക് റിസൾട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താണ് നടന്നതെന്ന് നമുക്ക് കണ്ടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് എന്നാണ് ഒരു ഇൻടാഞ്ചിബിൾ ആണ്. ഇറ്റ് കാനോട്ട് ബി സീൻ, നമുക്ക് കാണാൻ പറ്റില്ല. ദെൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണിത് മാനേജ്മെൻറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ചൂസിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് അല്ലേ. ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിലേതാണോ ബെസ്റ്റ് എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണിത് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് സയൻസാണ്, ആർട്ടാണ്. മാനേജ്മെൻറ്റ് ഇസ് എ ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. അതായത് ഇവിടെ നമ്മൾ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് കല അല്ലെ സ്കില്ലുകൾ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണ്. അപ്പോൾ നമ്മൾ 10 മേജറായിട്ടുള്ള നേച്ചറാണ് പറഞ്ഞത്. ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ PSC ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വരുന്ന ഒരു മേജറായിട്ടുള്ള ഇവല്യൂഷൻ്റെ ഭാഗമാണ് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ.
ഈ ക്ലാസിക്കൽ അപ്രോച്ച് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്ലാസിക്കൽ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ സ്ട്രക്ചർ, എഫിഷ്യൻസി, ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ, ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ, ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി, ഫോർമൽ, ഈ ഒരു ടേം മനസ്സിലാക്കാം. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ ക്ലാസിക്കൽ അപ്രോച്ചാണ്, ഇൻഫോർമൽ ഇവിടെ ഇല്ല. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് ഏതാണ്? ഫോർമൽ ഓർഗനൈസേഷനാണ്. ദെൻ പ്രൊഡക്ടിവിറ്റി, അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് മേജർ സബ് ഫീൽഡ്. ഇതിൻ്റെ സബ് ഫീൽഡ് ഏതൊക്കെയാണ്? ഒന്നാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, മറ്റൊന്ന് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് 3 സബ് ഫീൽഡാണുള്ളത്. ഒന്നാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അത് ഫോക്കസ് എഫിഷ്യൻസിയാണ്, ടാസ്ക് എഫിഷ്യൻസിയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ഓൺ പ്രിൻസിപ്പിൾ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പിൾസാണ്, തത്വങ്ങളാണ് ഏത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ റാഷണൽ റൂൾസ് ആൻഡ് ഹയറാർക്കിയാണ്. റാഷണൽ റൂൾസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ റാഷണൽ റൂൾസ് ആൻഡ് ഹയറാർക്കിയാണ് എവിടെ ഫോക്കസ് ചെയ്യുന്നത്? ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 സബ് ഫീൽഡാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ ടാസ്ക് എഫിഷ്യൻസി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻ, ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ റാഷണൽ റൂൾസ് ആൻഡ് ഹയറാർക്കി. ഇനി ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്ന മേജർ തിങ്കേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ്, ഒന്ന് വരുന്നത് FW ടൈലറാണ്, ഈസ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ FW ടൈലർ എന്താണ്? ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ഹെൻറി ഫയോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ 3 വ്യക്തികൾ അവരുടെ ഏരിയ. FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്, ഹെൻറി ഫയോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണ്, മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഓരോ വ്യക്തികളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനും ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം. FW ടൈലർ മുഴുവൻ പേര് ഫെഡറിക് വിൽസോ ടൈലർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് ആര് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? FW ടൈലറാണ്. ദെൻ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് FW ടൈലർ. അതിൽ വേറെയും ഒരുപാട് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡെവലപ്ഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും FW ടൈലറാണ്. നെക്സ്റ്റ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഷോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ താഴെത്തട്ട്, ഏറ്റവും താഴെത്തട്ടുള്ള മാനേജ്മെൻ്റ് ആണിത്, ഷോപ്പ് ലെവൽ. അപ്പോൾ ടൈലർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഷോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ദെൻ ഹി ഇൻട്രൊഡ്യൂസ്ഡ് പീസ് വേസ് സിസ്റ്റം. മാനേജ്മെൻറ്റിൽ വേസ് സിസ്റ്റത്തിൽ പീസ് വേസ് സിസ്റ്റം എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ആര്? FW ടൈലർ. അദ്ദേഹത്തിൻ്റെ പീസ് വേസ് സിസ്റ്റം അറിയപ്പെടുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന പേരിലാണ്. അപ്പോൾ പീസ് വേസ് സിസ്റ്റം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? FW ടൈലറാണ്. അതറിയപ്പെടുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നാണ്. ദ നെക്സ്റ്റ് പോയിൻ്റ് ആണ് എംഫസൈസ്ഡ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. FW ടൈലറുടെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് എന്നത്. നെക്സ്റ്റ് പ്രപ്പോസ്ഡ് ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. മാനേജേഴ്സിനെയും വർക്കേഴ്സിനെയും വ്യത്യസ്തമായിട്ടുള്ള ഡിവിഷനാക്കി തിരിച്ച വ്യക്തിയാണ് FW ടൈലർ. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് മെൻ്റൽ റവല്യൂഷൻ. അപ്പോൾ മെൻ്റൽ റവല്യൂഷൻ ആരുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FW ടൈലറാണ്. മെൻ്റൽ റവല്യൂഷൻ്റെ അർത്ഥമാക്കുന്നത് ഹി എംഫസൈസ്ഡ് ചേഞ്ചിങ് മൈൻഡ് സെറ്റ് ഓഫ്
ബോത്ത് മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഫോർ മ്യൂച്വൽ കോർപ്പറേഷൻ. അതായത് മാനേജേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും മൈൻഡ് സെറ്റിൻ്റെ കുറിച്ചാണ് എന്ത് പറയുന്നത്, മെൻ്റൽ റവല്യൂഷനിൽ പറയുന്നത്. ഒരു സ്ഥാപനത്തിലെ മാനേജേഴ്സും വർക്കേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്നതാണ് മെൻ്റൽ റവല്യൂഷനിൽ FW ടൈലർ പറയുന്നത്. നെക്സ്റ്റാണ് അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അത് സ്പെഷ്യലൈസ്ഡ് ഓൺ സൂപ്പർവിഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, സൂപ്പർവിഷനിലാണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഡിവൈഡ് സൂപ്പർവൈസറി വർക്ക് ഇൻ ടു പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻ. FW ടൈലർ അദ്ദേഹത്തിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ സൂപ്പർവൈസറി വർക്കിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒരു ഏരിയ പ്ലാനിങ്ങും മറ്റൊരു ഏരിയ പ്രൊഡക്ഷനുമാണ്. അതിൻ്റെ ബേസിൽ 8 സ്പെഷ്യലൈസ്ഡ് ഫോർമാനെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ 4 ആൾക്കാർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടാണ്, 4 ആൾക്കാർ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ FW ടൈലർ അദ്ദേഹത്തിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ സൂപ്പർവൈസറി വർക്ക് രണ്ടായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ഭാഗം പ്ലാനിങ്ങും മറ്റൊരു ഭാഗം പ്രൊഡക്ഷനും. അതിൻ്റെ ബേസിൽ 8 സ്പെഷ്യലൈസ്ഡ് ഫോർമാൻ, 4 ആൾക്കാർ പ്ലാനിങ്ങിലും 4 ആൾക്കാർ എക്സിക്യൂഷനിലും. നെക്സ്റ്റ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഓഫീസ് ലെവൽ വർക്ക് ചെയ്യാനാണെന്ത് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ 4 ആൾക്കാർ ആരൊക്കെ നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് റൂട്ട് ക്ലർക്ക്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്ലാൻ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. ആ സ്ഥാപനത്തിൻ്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, ഏതൊക്കെ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണോ അതിൻ്റെ റൂട്ട് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യാം. അപ്പോൾ റൂട്ട് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി തന്നെയാണ് റൂട്ട് പ്ലാൻ ചെയ്യാം. സെക്കൻഡാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. പ്രിപ്പയർ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനാണ് ആര്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. തേർഡാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. മെയിൻറ്റെയിൻ ടൈം ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്. ടൈമും ഒരു ജോലി ചെയ്യാൻ എത്രമാത്രം ടൈം വേണം അത് റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ എത്രമാത്രം കോസ്റ്റ് ചിലവുകൾ വേണം അതൊക്കെ റെക്കോർഡ് ചെയ്യലാണ് ആരുടെ ഡ്യൂട്ടി, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി. ദെൻ ഡിസിപ്ലിനറീസ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻസ്. അച്ചടക്കവും ആൻഡ് പോളിസീസ്. ഡിസിപ്ലിനും പോളിസീസും മെയിൻറ്റെയിൻ ചെയ്യലാണ് ആരുടെ ഡ്യൂട്ടി, ഡിസിപ്ലിനറിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 ആൾക്കാരാണ് റൂട്ട് ക്ലർക്ക്, റൂട്ടുകൾ പ്ലാൻ ചെയ്യുക, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കുക, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ടൈമും കോസ്റ്റും റെക്കോർഡ് ചെയ്യുക, ഡിസിപ്ലിനറീസ് ഡിസിപ്ലിനും പോളിസീസും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ടേമുകൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷോപ്പ് ഫ്ലോർ ലെവൽസാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ലെവലിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഷോപ്പ് ഫ്ലോർ ലെവലിലുമാണ്. ഇതിൽ വരുന്നതാണ് ഒന്നാണ് ഗ്യാങ് ബോസ്. ഗ്യാങ് ബോസിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അസംബിൾസ് ടൂൾസ് ആൻഡ് മെറ്റീരിയൽ. ടൂൾസും മെറ്റീരിയൽസും എന്ത് ചെയ്യാം, ഒരുമിച്ച് കൂട്ടുക. ടൂൾസും മെറ്റീരിയൽസും അസംബിൾ ചെയ്യലാണ് ഗ്യാങ് ബോസിൻ്റെ ഡ്യൂട്ടി. സെക്കൻഡാണ് സ്പീഡ് ബോസ്. മെയിൻറ്റെയിൻ റെക്കോർഡ് സ്പീഡ് ആൻഡ് പെർഫോമൻസ്. അല്ലേ, ഒരാൾ ചെയ്യുന്ന ജോലി എത്രമാത്രം സ്പീഡാണ്, എത്രമാത്രം പെർഫോമൻസിലാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകലാണ് ആരുടെ ഡ്യൂട്ടി, സ്പീഡ് ബോസിൻ്റെ ഡ്യൂട്ടി. ദെൻ റിപ്പയർ ബോസ് ഹാൻഡിൽ മെയിൻറ്റെയിൻ ആൻഡ് റിപ്പയേഴ്സ്. അല്ലേ, എന്ത് ചെയ്യുക, സാധനങ്ങൾ റിപ്പയർ ചെയ്യുക, ഹാൻഡിൽ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് റിപ്പയേഴ്സ് ആണ്. ദെൻ ഇൻസ്പെക്ടർ ക്വാളിറ്റി, എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന്, സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്തുക, എൻഷുർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പ്രൊഡക്ഷൻ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തലാണ് ആരുടെ ഡ്യൂട്ടി, ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി. അപ്പോൾ ഈ ഫങ്ഷൻ ഫോർമാൻഷിപ്പൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിലെ ടേം അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ
ആൾക്കാരാണ് ഫങ്ഷൻ ഫോർമാൻഷിപ്പിൽ വരുന്നത്. അവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണെന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് FW ടൈലറുടെ പ്രധാനപ്പെട്ട ബുക്സുകൾ ഏതൊക്കെ നോക്കാം. അതിലൊന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്ക്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1911 പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ബുക്കാണ് ഷോപ്പ് മാനേജ്മെൻറ്റ്. 1903 1903 ഷോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ മറ്റൊരു ബുക്കാണ് ടെസ്റ്റിമോണി ബിഫോർ ദി സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് ദി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. 1912 ഈ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ബുക്കാണ്. ബുക്കിൻ്റെ പേരുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹെൻറി ഫയോൾ ക്ലാസിക്കൽ അപ്രോച്ച് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂട്ടറാണ് ഹെൻറി ഫയോൾ. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ മോഡേൺ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫാദർ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഹെൻറി ഫയോൾ. ഡെവലപ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും ഹെൻറി ഫയോളാണ്. ഐഡൻറ്റിഫൈഡ് 5 ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മാനേജ്മെൻറ്റിന് 5 ഫങ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. POCC. ഇതാണ് ആഡ് ഫങ്ഷന്. ഹെൻറി ഫയോളിൻ്റെ 5 ഫങ്ഷൻസ്: പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. അപ്പോൾ ഹെൻറി ഫയോള് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളാണെന്നും അതുപോലെ തന്നെ 5 ഫങ്ഷൻസ് മാനേജ്മെൻറ്റിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഹെൻറി ഫയോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വളരെ പ്രാധാന്യം നൽകേണ്ട ഒരു ഏരിയയാണ് അദ്ദേഹത്തിൻ്റെ 14 പ്രിൻസിപ്പിൾ. അപ്പോൾ മാനേജ്മെൻറ്റിലേക്ക് 14 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണ് ആര്? ഹെൻറി ഫയോൾ. ഇവിടെ നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനൊന്നും പരിശോധിക്കുന്നില്ല. ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാം എന്നീ കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ വരുന്നത് ഡിവിഷൻ ഓഫ് വർക്കാണ്. ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പീപ്പിൾ ടു ഡു ഇറ്റ്. ഫയോൾ പറയുന്നത് വർക്ക് എന്ത് ചെയ്യുന്നു, ഓരോ എംപ്ലോയീസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ഒരു മേഖല ആ എംപ്ലോയീസിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ആ സ്പെഷ്യലൈസേഷന് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സഹായിക്കുന്നു. അപ്പോൾ വർക്കേഴ്സിന് ഒരു മേഖല ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്കൊരു മേഖല സ്പെഷ്യലൈസ് ചെയ്യാനും ആ സ്പെഷ്യലൈസേഷൻ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സാധിക്കുന്നു എന്നാണ് ഫയോള് ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് സ്പെഷ്യലൈസേഷൻ? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. സെക്കൻഡ് പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് മാച്ച്ഡ് വിത്ത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യണം? അതോറിറ്റി ആ സ്ഥാപനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അതോറിറ്റിയോട് അർത്ഥമാക്കുന്നത് ഒരു സുപ്പീരിയറുടെ റൈറ്റാണ്, അവകാശമാണ്. ഓർഡേഴ്സും ഇൻസ്ട്രക്ഷനും സബോർഡിനേറ്റിന് നൽകാനുള്ള ഒരു സുപ്പീരിയറുടെ റൈറ്റാണിത് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനാണ് അല്ലേ? ആ റൈറ്റ് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ, കടമയാണെന്ത്? റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് തേർഡാണ് ഡിസിപ്ലിൻ. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ ഡിസിപ്ലിൻ നോട്ട് ഓൺലി വർക്കേഴ്സ് ലെവൽ ബട്ട് ആൾസോ ഓഫ് മാനേജ്മെൻറ്റ് ലെവൽ. ഫയോളിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഡിസിപ്ലിൻ വർക്കേഴ്സ് ലെവലിൽ മാത്രം പോരാ, എവിടെയും കൂടി വേണം. മാനേജ്മെൻറ്റ് ലെവലിലും കൂടിയും എന്തു വേണം? ഡിസിപ്ലിൻ, അച്ചടക്കം നിർബന്ധമാണ്. റെസ്പെക്റ്റ് ആൻഡ് ഒബീഡിയൻസ് ആർ എസെൻഷ്യൽ അല്ലേ?
റെസ്പെക്റ്റും ഒബീഡിയൻസും ആണ് എന്ത് ഒരു സ്ഥാപനത്തിൻ്റെ അടിത്തറ. അച്ചടക്കമാണ് ഒരു സ്ഥാപനത്തിൻ്റെ അടിത്തറ എന്നതാണ് ഈ ഒരു പ്രിൻസിപ്പിൾസിലൂടെ ഫയോൾ പറയുന്നത്. ദെൻ ഫോർത്ത് പ്രിൻസിപ്പിളാണ് യൂണിറ്റ് ഓഫ് കമാൻഡ്. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഒരു എംപ്ലോയിക്ക് ഒരാളിൽ നിന്ന് മാത്രമേ, ഒരു സുപ്പീരിയർ മാത്രമേ എന്ത് സ്വീകരിക്കാൻ പറ്റുള്ളൂ, ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുക. ഒന്നിൽ കൂടുതൽ ആളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ എംപ്ലോയി എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും ആരുടെ ഇൻസ്ട്രക്ഷനാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സ്ഥാപനത്തിൽ എന്താണ്, ഒരു എംപ്ലോയിക്ക് എന്ത് മതി, ഒരു ബോസ് മതി. അയാളിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുക. ഒന്നിൽ കൂടുതൽ ആളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരുടെ ഇൻസ്ട്രക്ഷനാണ് സ്വീകരിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും എന്നതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലോ, വൺ ബോസ് പെർ എംപ്ലോയി. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് വൺ പ്ലാൻ ഫോർ വൺ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു സ്ഥാപനത്തിന് ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷ്യം വേണം. ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ആ കോമൺ ആയിട്ടുള്ള ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിരിക്കണം. ഫയോൾ പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരൊറ്റ പ്ലാൻ മതി എന്തിന്, ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ. ഒരുപാട് പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് ഫയോൾ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം എല്ലാ ആക്ടിവിറ്റീസും. ആ കോമൺ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. ഓക്കെ അല്ല, അപ്പോൾ യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ മീൻസ് വൺ പ്ലാൻ ഫോർ വൺ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിളോട് അർത്ഥമാക്കുന്നത് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് കംസ് ഫസ്റ്റ് എന്നാണ്. ആദ്യം പ്രാധാന്യം നൽകേണ്ടത് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആണ്, സ്ഥാപനത്തിൻ്റെ ഇൻട്രസ്റ്റിനാണ്. എന്നിട്ട് മാത്രമേ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഓർഗനൈസേഷന് ഇൻട്രസ്റ്റിന് താല്പര്യത്തിന് പ്രാധാന്യം നൽകണം. അതിന് മാത്രം ആണ് എന്ത് വ്യക്തി താല്പര്യത്തിന് പ്രാധാന്യം നൽകാൻ പറ്റുള്ളൂ എന്നതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് റെമ്യൂണറേഷൻ ആണ്. എംപ്ലോയീസിന് അവരുടെ ജോലിക്ക് നൽകുന്ന കോമ്പൻസേഷൻ ആണെന്ത് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ മസ്റ്റ് ബി എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം. അവരുടെ ജോലിക്ക് അനുയോജ്യമായിരിക്കണം എന്ത് റെമ്യൂണറേഷൻ. നെക്സ്റ്റ് ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ അർത്ഥമാക്കുന്നത് അല്ലേ, ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ടോപ്പ് ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫയോളിൻ്റെ ഒപ്പീനിയൻ പ്രകാരം സെൻട്രലൈസേഷൻ അല്ല വേണ്ടത്, ഒരു സ്ഥാപനത്തിൽ എന്തും കൂടി വേണം, ഡീസെൻട്രലൈസേഷൻ കൂടി വേണം. അതായത് എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പവർ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഒരു ലെവലിൽ മാത്രം നിൽക്കാതെ അത് ലോവർ ലെവലിൽ കൂടിയും സ്പ്രെഡ് ചെയ്യണം. ഓക്കെ അല്ലോ. നെക്സ്റ്റ് ആണ് സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിനോട് അർത്ഥമാക്കുന്നത് ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ആണ്. അതായത് ഒരു സ്ഥാപന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അവർ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലൈൻ ഓഫ് അതോറിറ്റിനെ പറഞ്ഞ പേരാണിത് സ്കാലാർ ചെയിൻ. ദെൻ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എവരിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് അല്ലേ. ഇപ്പോൾ ഓരോ വ്യക്തികളെയും കൃത്യമായിട്ട് ഓർഡേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലും അവിടെ വ്യക്തികളെ അതാത് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലും അതാത് സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം, ഓർഡർ ചെയ്യണം. നെക്സ്റ്റ് ആണ് ഇക്വിറ്റി. ഇക്വിറ്റിയുടെ അർത്ഥമാക്കുന്നത് കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ് ആണ്. നമ്മൾ അല്ലേ ജസ്റ്റിസ് വേണം. എംപ്ലോയീസിനോടൊക്കെ പെരുമാറുമ്പോൾ അവിടെ ഒരു നീതി നടപ്പാക്കണം എന്നതാണ് ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റെബിലിറ്റി ഓഫ് ടേണർ. അതായത് എംപ്ലോയീസ് സ്ഥാപനത്തിൽ എന്ത് ചെയ്യണം, തുടരണം. എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അവർ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ലോ എംപ്ലോയി ടേൺ ഓവർ ഈസ് ബെസ്റ്റ്. എപ്പോഴും ബെസ്റ്റ് ഏതാണ്, എംപ്ലോയീസ് ആ സ്ഥാപനത്തിന് തുടരുകയാണ്. ടേൺ ഓവർ കുറക്കുന്നതാണ് എപ്പോഴും ഒരു സ്ഥാപനത്തിന് ബെസ്റ്റ് എന്നാണ് എൻട്രി ഫയോള് ഈ ഒരു പ്രിൻസിപ്പിളോട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇനീഷ്യേറ്റീവ്.
ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മുൻഗണന എടുക്കുക. എൻകറേജ് ഐഡിയാസ് ആൻഡ് എഫേർട്ട്, ഓരോ എംപ്ലോയീസിൻ്റെയും ഐഡിയാസിനെയും എഫേർട്ടിനെയും പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് എക്സ്പിരിറ്റ് ഡി കോപ്സ്, അല്ലേ, ടീം സ്പിരിറ്റ് എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മളെല്ലാ കാര്യങ്ങളും ഒരു ടീം സ്പിരിറ്റോട് കൂടി എടുക്കണം. അതിൻ്റെ പറഞ്ഞ പേരാണ് എക്സ്പിരിറ്റ് ഡി കോപ്സ്, പ്രൊമോട്ട് ടീം സ്പിരിറ്റ് എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ പ്രിൻസിപ്പിളും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഫയലുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ 6 ആക്ടിവിറ്റീസ്. അപ്പോൾ ഏതൊക്കെയാണ് 6 ആക്ടിവിറ്റീസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിലൊന്നാണ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിങ്, മാനേജർ. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ വരാത്തതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് ഫയോളിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. ഒന്നാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1916 ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ദെൻ 1949 അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. മറ്റൊരു ബുക്കാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലിറ്റ് ജനറൽ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. നെക്സ്റ്റ് ആണ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. എന്നിങ്ങനെ 3 ബുക്കാണ് ഹെൻറി ഫയോളിൻ്റെ ഉള്ളത്. അപ്പോൾ ഓരോ ബുക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ക്ലാസിക്കൽ അപ്രോച്ചിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ചിന്തകനാണ് മാക്സ് വെബർ. മാക്സ് വെബറും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. മാക്സ് വെബർ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന പേരിലാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലർ, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോൾ, ഫാദർ ഓഫ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് മാക്സ് വെബർ. ഡെവലപ്ഡ് ബ്യൂറോക്രാറ്റിക് തിയറി ഓഫ് മാനേജ്മെൻറ്റ്. ബ്യൂറോക്രാറ്റിക് തിയറി ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും മാക്സ് വെബറാണ്. ദെൻ മാക്സ് വെബർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫോർമൽ ഓർഗനൈസ് സ്ട്രക്ചർ. ഫോർമൽ ഓർഗനൈസ് സ്ട്രക്ചർ എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയും ആരാണ്? മാക്സ് വെബറാണ്. ദെൻ മാക്സ് വെബർ ക്ലാസിഫൈഡ് അതോറിറ്റി ഇൻടു 3 ടൈപ്സ്. അതോറിറ്റിയെ 3 ടൈപ്സായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ട്രഡീഷണൽ അതോറിറ്റി, സെക്കൻഡാണ് കരിസ്മാറ്റിക് അതോറിറ്റി, തേർഡ് ലീഗൽ റാഷണൽ അതോറിറ്റി. അപ്പോൾ അതോറിറ്റിയെ ട്രഡീഷണൽ എന്നും കരിസ്മാറ്റിക് എന്നും ലീഗൽ റാഷണൽ എന്നും തിരിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? മാക്സ് വെബർ. ദെൻ മാക്സ് വെബറിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് എക്കോണമി ആൻഡ് സൊസൈറ്റി. മറ്റൊരു ബുക്കാണ് ദ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. 1905 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ബുക്കാണ് പൊളിറ്റിക് ആസ് എ വൊക്കേഷൻ. അപ്പോൾ മാക്സ് വെബർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്ക്. നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു 20 MC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, പീറ്റർ ഡക്കർ ഡിഫൈൻ മാനേജ്മെൻറ്റ് ആസ് മേക്കിംഗ് പീപ്പിൾ കേപ്പബിൾ ഓഫ് ജോയിൻറ്റ് പെർഫോമൻസ്. സ്റ്റേറ്റ്മെൻറ്റ് 1 നൽകിയിട്ടുള്ളത് പീറ്റർ ഓഫ് ഡക്കറുടെ മാനേജ്മെൻറ്റ് ഡെഫിനിഷനാണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, ഡക്കേഴ്സ് ഡെഫിനിഷൻ ഫോക്കസ് ഓൺ ടീം വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പീറ്റർ ഓഫ് ഡക്കറിൻ്റെ ഡെഫിനിഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പീപ്പിൾ കേപ്പബിൾ ഓഫ് ജോയിൻറ്റ് പെർഫോമൻസ്. അല്ലെ, ഈ ജോയിൻറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഫോക്കസ് ഓൺ ടീം വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അല്ലെ, ടീം വർക്കിലൂടെയും പ്രൊഡക്ടിവിറ്റിയിലൂടെയും മാത്രമേ നമുക്ക് എന്ത് കഴിയുള്ളൂ? ജോയിൻറ്റ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. ഫസ്റ്റ് പറഞ്ഞുള്ളത് പീറ്റർ ഓഫ് ഡക്കറുടെ ഡെഫിനിഷൻ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുള്ളത് അതിൻ്റെ മീനിങ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ്
ഡൺ ത്രൂ പീപ്പിൾ ഈസ് ഡിഫൈൻഡ് ബൈ. ഒരു ഡെഫിനിഷനാണ് നൽകിയിട്ടുള്ളത്. ഈ ഡെഫിനിഷൻ ആരുടേതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ അല്ലേ. ഡൺ ത്രൂ വിത്ത് പീപ്പിൾ ആണെങ്കിൽ കൂൺസിൻ്റെ ഡെഫിനിഷനാണ്. ഇത് ഡൺ ത്രൂ പീപ്പിൾ ആയതുകൊണ്ട് ആഡാണ് മേരി പാർക്കർ ഫോളറ്റ് നൽകിയ ഡെഫിനിഷനാണ്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. റീസൺ ദ പ്രൈമറി എയിം ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് രണ്ടും സെയിം കാര്യം തന്നെയാണ്. അതായത് അസേർഷനിൽ പറയുന്ന കാര്യം തന്നെയാണ് അതിൻ്റെ റീസൺ തന്നെയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ആർ ട്രൂ ആണ്. അതുപോലെ തന്നെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യനൊക്കെ നല്ല രീതിയിൽ വായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ബുക്സ് ഓഫ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് വാസ് റിട്ടൺ ബൈ. ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ആരുടെ ബുക്കാണ്? FW ടൈലറിൻ്റെ ആണോ, മാക്സ് വെബറിൻ്റെ ആണോ, ഹെൻറി ഫയലിൻ്റെ ആണോ, മായോൻ്റെ ആണോ അല്ലേ? ഇത് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹെൻറി ഫയലിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണിത്, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്ക്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഒരു അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ വരുന്നത് യൂണിറ്റ് ഓഫ് കമാൻഡ് ഹെൽപ്സ് അവോയ്ഡ് കൺഫ്യൂഷൻ. റീസൺ അണ്ടർ യൂണിറ്റ് ഓഫ് കമാൻഡ് എ സബോർഡിനേറ്റ് റിസീവ്സ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരം ഇവിടെ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമെന്ന പറയുന്നത്. യൂണിറ്റ് ഓഫ് കമാൻഡിൽ പറയുന്നത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷനും സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ആളുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് കൺഫ്യൂഷൻ ആവും ആരുടെ ഓർഡേഴ്സാണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസേർഷൻ കറക്റ്റാണ് അല്ലേ. കൺഫ്യൂഷൻ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യാൻ യൂണിറ്റ് ഓഫ് കമാൻഡ് സാധിക്കും. നെക്സ്റ്റ് റീസൺ നോക്കാം. അണ്ടർ യൂണിറ്റ് ഓഫ് കമാൻഡ് എ സബോർഡിനേറ്റ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ഒരാളിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് എന്ത് റീസൺ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എക്സ്പ്ലെയിൻ ഓഫ് എ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട്. അപ്പോൾ ഈ നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് വായിക്കുക. എ പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. താഴെ പറഞ്ഞതിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. ഇത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഇതും സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. മാക്സിമം ഔട്ട്പുട്ടും എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ദെൻ യൂണിറ്റ് ഓഫ് കമാൻഡ് അല്ലേ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റില്ല, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളാണ്. ഫയോളിൻ്റെ പ്രിൻസിപ്പിളാണ്, ടൈലറിൻ്റെ പ്രിൻസിപ്പിൾ അല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി യൂണിറ്റി ഓഫ് കമാൻഡ്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ അബൌട്ട് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് എ വരുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് നോളജ്. സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണിത്. അത് സിസ്റ്റമാറ്റിക് നോളജ് ബേസ്ഡ് ആണുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബി വരുന്നത് ഇറ്റ് ഹാസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ലോ. അല്ലെ, സയൻസ് എന്താണ്? ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബിയും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് സി
ഇറ്റ് ഹാസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. മാനേജ്മെൻറ്റിൽ സയൻസിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സിയും കറക്റ്റാണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഡി, ഓൾ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ആർ റിജിഡ്. എല്ലാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും റിജിഡാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എല്ലാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും എന്തല്ല, റിജിഡ് അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എ ബി സി, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഐഡൻറ്റിഫൈ false statement related to differences between ടൈലർ ആൻഡ് ഫയോൾ. താഴെ നൽകിയിട്ടുള്ളത് ഡിഫറൻസ് ആണ്. ടൈലറിൻ്റെയും ഫയോളിനെയും കുറിച്ചുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഏതൊക്കെയാണ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് എ, ടൈലർ ഫോക്കസ് ഓൺ ഷോപ്പ് ഫ്ലോർ, ഫയോൾ ഓൺ ടോപ്പ് ലെവൽ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ടൈലർ ഗേവ് ടെക്നിക്സ്, ഫയോൾ ഗേവ് പ്രിൻസിപ്പിൾ. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബോത്ത് ഫോക്കസ് ഓൺ ഈക്വലി ഓൺ ഹ്യൂമൻ റിലേഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഹ്യൂമൻ റിലേഷൻ എന്ത് ചെയ്യുന്നില്ല, രണ്ടാളും ഫോക്കസ് ചെയ്യുന്നില്ല. ടൈലർ ഇൻട്രൊഡ്യൂസ്ഡ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇപ്പോൾ ടൈലറും ഫയോളും എന്തിനല്ല, ഹ്യൂമൻ റിലേഷൻ അല്ല ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട. അതിലേതെല്ലാം സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ എന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക്. കറക്റ്റാണ്. മാനേജ്മെൻറ്റ് എന്താണ്, ഡൈനാമിക് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് അഡാപ്റ്റ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ത് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും. തേർഡ്, മാനേജ്മെൻറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ആക്ടിവിറ്റി. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് മാനേജ്മെൻറ്റ് ഈസ് എ സിംഗിൾ പേഴ്സൺ ആക്ടിവിറ്റി. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ എ ബി സി ആണ് കറക്റ്റ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ ആണല്ലോ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ബ്യൂറോക്രസി എംഫസൈസ് അല്ലേ, മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസിക് മാനേജ്മെൻറ്റ് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻഫോർമൽ റിലേഷൻസ് ആണ്. ഓപ്ഷൻ ബി ഫോർമൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ആണ്. ഓപ്ഷൻ സി വരുന്നത് പേഴ്സണൽ ജഡ്ജ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി അൺസ്ട്രക്ചേർഡ് അതോറിറ്റി ആണ്. ഇവിടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ബ്യൂറോക്രസി എംഫസൈസ് ചെയ്യുന്നത് ഫോർമൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. താഴെ നൽകിയുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? സ്റ്റേറ്റ്മെൻറ്റ് എ വരുന്നത് മാക്സ് വെബർ ഇൻട്രൊഡ്യൂസ്ഡ് ബ്യൂറോക്രാറ്റിക് മോഡൽ. ബ്യൂറോക്രാറ്റിക് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാക്സ് വെബർ കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബി ബ്യൂറോക്രസി എംഫസൈസ് മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ. അല്ലെ, മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആണ് ബ്യൂറോക്രസിയിൽ വരുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് സി വെബർ ക്ലാസിഫൈഡ് അതോറിറ്റി ഇൻ ടു 4. ഇത് തെറ്റാണ്. 4 അല്ല 3 ആണ്. അതോറിറ്റി എത്രയാണ്? 3 ആണ്. 3 ആണ്, 4 അല്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് സി തെറ്റാണ്. ദെൻ ഡി ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്ട്രെസ്സസ് ഫോർമൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ സി അല്ലാത്ത ഓപ്ഷൻ, സി വരാത്ത ഓപ്ഷൻ ഏതാണ്? ഇവിടെ സി ഉണ്ട്, ഇവിടെ സി ഉണ്ട് അല്ലേ. ഓപ്ഷൻ സി ആണ്. ഇതിൽ എന്തില്ല, സി ഇല്ല. എ ബി ഡി. എ ശരിയാണ്, ബി ശരിയാണ്, ഡിയും ശരിയാണ്. സി എന്താണ്? തെറ്റാണ്. ഓക്കെ ആണല്ലോ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഐഡൻറ്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ക്ലാസിക്കൽ അപ്രോച്ച്.
താഴെ നൽകിയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലാസിക്കൽ അപ്രോച്ചിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഫസ്റ്റ് വരുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവ് എഫിഷ്യൻസി അല്ലേ, ഇത് കറക്റ്റാണ്, എ കറക്റ്റാണ്. ബി വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഇത് മൂന്നും വരുന്നുണ്ട്, സയൻറ്റിഫിക് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നുണ്ട്, ബ്യൂറോക്രാറ്റിക് വരുന്നുണ്ട്. അപ്പോൾ ബി സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സി ഇറ്റ് കൺസിഡേഴ്സ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ് ഓഫ് വർക്കേഴ്സ് പ്രൈമറിലി. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡൊന്നും എവിടെ വരുന്നില്ല, ക്ലാസിക്കൽ അപ്രോച്ച് വരുന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ഡി എംഫസിസ് ഓൺ ഫോർമൽ സ്ട്രക്ചർ ആൻഡ് റൂൾസ്. ഇതും വരുന്നുണ്ട് ക്ലാസിക്കൽ അപ്രോച്ചിൽ. അപ്പോൾ സി അല്ലാത്ത എല്ലാ ഓപ്ഷനും നോക്കുക, എ ബി ഡി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ഐഡൻറ്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദി 8 ഫങ്ഷണൽ ഫോർമാറ്റ്. 8 ഫങ്ഷണൽ ഫോർമാറ്റിലെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന ചോദ്യം. എ വരുന്നത് ഗ്യാങ് ബോസ് പ്രിപ്പയർ വർക്ക് പ്ലേസ് ആൻഡ് അറേഞ്ചിങ് ടൂൾസ്. ഇല്ല, ഗ്യാങ് ബോസ് എന്താണ്, ടൂൾസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യലാണ്, കറക്റ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്പീഡ് ബോസ് എൻഷോർ ടൈംലി ആൻഡ് പ്രോപ്പർ പീസ് ഓഫ് വർക്ക്. എന്താണ്, ടൈംലി ആൻഡ് പീസ് ഓഫ് വർക്ക് ആണ് സ്പീഡ് ബോസ്, ഇതും കറക്റ്റാണ്. റിപ്പയർ ബോസ് മെയിൻറ്റെയിൻ മെഷീൻ ആൻഡ് എക്യുപ്മെൻറ്റ്സ്. മെയിൻ്റനൻസ് ആണ്, അത് കറക്റ്റാണ്. ഇൻസ്പെക്ടർ ചെക്ക് ക്വാളിറ്റി ആൻഡ് അക്രസീവ് വർക്ക്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. എ ബി സി ഡി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ക്ലാസിക്കൽ അപ്രോച്ച്. താഴെ നൽകുന്നത് ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എ വരുന്നത് ഫോക്കസ് ഓൺ എഫിഷ്യൻസി ആൻഡ് സ്ട്രക്ചർ, കറക്റ്റാണ്. സെക്കൻഡ് എംഫസിസ് ഓൺ ഹ്യൂമൻ റിലേഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇത് ക്ലാസിക്കൽ അപ്രോച്ചിൽ വരില്ല, അത് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിലാണ് ഹ്യൂമൻ റിലേഷനും മോട്ടിവേഷനും വരുന്നത്. ദെൻ സി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക്, കറക്റ്റാണ്. ഫോക്കസ് ഓൺ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഹയറാർക്കി. അപ്പോൾ ബി അല്ലാത്ത ഓപ്ഷന്, ബി വരാത്ത ഓപ്ഷന് ഇവിടെ ഓപ്ഷൻ എ ആണ്, എ സി ഡി, ഇതാണ് കറക്റ്റ്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർമാറ്റ്. ഫയോളിൻ്റെ ഫങ്ഷൻ ഫോർമാൻഷിപ്പിലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ വരുന്നത് റൂട്ട് ക്ലർക്ക് ഡിസൈഡ് ദി പാത്ത് ഓഫ് വർക്ക്. റൂട്ട് ക്ലർക്ക് എന്ത് ചെയ്യുന്നു, പാത്ത് ഓഫ് ദി വർക്ക് ഡിസൈഡ് ചെയ്യുന്നു, കറക്റ്റാണ്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഇഷ്യൂ ഇൻസ്ട്രക്ഷൻ ഫോർ വർക്ക്, ഇതും കറക്റ്റാണ്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് കീപ്സ് റെക്കോർഡ് ടൈം ആൻഡ് എക്സ്പെൻസ്, കറക്റ്റാണ്. ഷോപ്പ് ഡിസിപ്ലിനറീസ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് വർക്ക്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ ഇതെന്തിലല്ല, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലല്ല. ഇതെന്താണ്, പ്രൊഡക്ഷനാണ് അല്ലേ. ഷോപ്പ് ഡിസിപ്ലിനറീസ് എവിടെ വരുന്നത്, പ്രൊഡക്ഷനിലാണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എ ബി സി കറക്റ്റാണ്. ഡി തെറ്റാണ്, എ ബി സി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ദ കൺസെപ്റ്റ് ഓഫ് ഗ്യാങ് പ്ലാൻ ഈസ് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് ഗ്യാങ് പ്ലാൻ വരുന്നത്? ഓപ്ഷൻ എ യൂണിറ്റ് ഓഫ് കമാൻഡ്, ഓപ്ഷൻ ബി യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, ഓപ്ഷൻ സി സ്കാലർ ചെയിൻ, ഓപ്ഷൻ ഡി ഡിസിപ്ലിൻ. ഇതിൽ ഗ്യാങ് പ്ലാൻ വരുന്നത് സ്കാലർ ചെയിനിലാണ്. ലൈൻ ഓഫ് അതോറിറ്റി അല്ലേ, നമ്മൾ പറഞ്ഞു ഒരു പിരമിഡ് സ്ട്രക്ചറാണ്. ഈ പിരമിഡ് നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത് ഗ്യാങ് പ്ലാൻ. അപ്പോൾ സ്കാലർ ചെയിനിലാണ് എന്ത് വരുന്നത്, ഗ്യാങ് പ്ലാൻ വരുന്നത്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഒരു അസേർഷൻ റീസണിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഫയോൾ എംഫസൈസ്ഡ് യൂണിറ്റ് ഓഫ് കമാൻഡ് ആസ് എ കീ പ്രിൻസിപ്പിൾ.
റീസൺ ഹി ബിലീവ് എംപ്ലോയി റിസീവ് ഓർഡേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ ബോസ് ഇൻക്രീസ് എഫിഷ്യൻസി. ഇവിടെ അസേർഷൻ കറക്റ്റാണ്. റീസൺ പറയുന്നത് അല്ല, ഇവിടെ മൾട്ടിപ്പിൾ ബോസാണ്. എന്താണ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ ബോസാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഫയോളിൻ്റെ യൂണിറ്റ് ഓഫ് കമാൻഡിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ റീസൺ എന്താണ്? തെറ്റാണ്. അസേർഷൻ കറക്റ്റാണ്, റീസൺ ഫാളാണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ. എ ട്രൂ ആർ ഫാൾസ്. Move to next question. Question number 18. Webber's bureaucracy emphasis on. ഓപ്ഷൻ എ വരുന്നത് ഇൻഫോർമൽ ലീഡർഷിപ്പ് ആണ്. ഓപ്ഷൻ ബി കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഓൺലി ആണ്. ഓപ്ഷൻ സി റൂൾസ് ഹയറാർക്കി ആൻഡ് മെറിറ്റ് ആണ്. ഓപ്ഷൻ ഡി ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആണ്. നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ബ്യൂറോക്രസി മാനേജ്മെൻറ്റ് റൂൾസ് ഹയറാർക്കി ആൻഡ് മെറിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Move to next question. Question number 19. Which of the following statements about entry files are true? താഴെ നൽകിയിട്ടുള്ളത് എൻട്രി ഫയലുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്ന ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഫയോൾ നോൺ ആസ് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി ഇൻട്രൊഡ്യൂസ്ഡ് 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ഇതും കറക്റ്റാണ്. ഹിസ് ബുക്ക് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഫ്രഞ്ച് 1916 അതും കറക്റ്റാണ്. ഫയോൾ ഇൻട്രൊഡ്യൂസ്ഡ് കൺസെപ്റ്റ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇത് തെറ്റാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരാണ്? FW ടൈലർ ആണ്. അപ്പോൾ ഇവിടെ ഡി അല്ലാത്ത ഓപ്ഷന് ABC ആണ് കറക്റ്റ് ആൻസർ. Move to next question. Question number 20. Which principle of Fayol states that activity should be divided into improve efficiency? ഫയോളിൻ്റെ ഏത് പ്രിൻസിപ്പിൾസിലാണ് ആക്ടിവിറ്റി എഫിഷ്യൻസി കൂട്ടുമെന്ന് പറഞ്ഞത്? ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണോ, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ആണോ, ഡിവിഷൻ ഓഫ് വർക്ക് ആണോ, ഡിസിപ്ലിൻ ആണോ? അല്ലേ, ആക്ടിവിറ്റി ഇൻക്രീസ് എഫിഷ്യൻസി പറയുന്നത് അതിൻ്റെ ഡിവിഷൻ ഓഫ് വർക്കാണ്. വർക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂട്ടും? എഫിഷ്യൻസി കൂട്ടും എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനിഷൻസ്, നേച്ചർ, ക്ലാസിക്കൽ അപ്രോച്ചിൽ FW ടൈലർ, എൻട്രി ഫയോള്, മാക്സ് വെബർ, അതുമായി ബന്ധപ്പെട്ട MC ക്വസ്റ്റ്യൻസും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.